എന്നോട് ലീഗിന്റെ പ്രവർത്തകരും ഇവിടെ പറയാൻ പറഞ്ഞതാ, ഇവിടുത്തെ പ്രവർത്തകരല്ല, എന്റെ നാട്ടിലെ പ്രവർത്തകരടക്കമുള്ളവർ അദാനിക്ക് വേണ്ടിയും ഇവിടെ ഭരിക്കുന്ന എതിർക്കും ഈ ബഡ്ജറ്റ്. PM ശ്രീ അറബിക്കടലിൽ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഒരു മന്ത്രി അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ PM ശ്രീയെ അറബിക്കടലിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് അവരെ അറബിക്കടലിൽ ആ വോട്ടർമാർ കാത്തിരിക്കുന്നില്ല. കാരണം ആളുകൾക്ക് അറിയാം ഈ വാക്കിന്റെ വില എത്രയായിരിക്കുമെന്ന്. പക്ഷെ കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ, PM ശ്രീ ആരംഭിച്ചത് കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ PM ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ്. നമുക്കറിയാം ഹിമാചൽ പ്രദേശില്, ഛത്തീസ്ഗഡില് 2023 ഒപ്പിട്ടു, അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഹിമാചൽ പ്രദേശില്, കർണാടകയില്, തെലുങ്കാനയില് ഇവിടെയൊന്നും കോൺഗ്രസ് അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിൽ എതിർപ്പ് പറഞ്ഞു. 30 ദിവസം കൊണ്ട് പിൻവലിക്കാമായിരുന്നത് കൊണ്ട് തന്നെ 22 ദിവസം കൊണ്ട് ഞങ്ങൾ PM ശ്രീയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു. അത് പിൻവലിക്കാനുള്ള നടപടി സ്വീകരിച്ചു. അങ്ങനെ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് മുമ്പിൽ പഞ്ചാബിന്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ, പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം. എന്താ പിൻവലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി ഇല്ലാത്തത്? ഇത് പൂർണ്ണമായി നട്ടല് സംഘപരിവാര രാഷ്ട്രീയത്തിന് വേണ്ടി വളഞ്ഞ് പൊട്ടിപ്പോവും. അത്രയും അപകടമായ സാഹചര്യത്തിലാണുള്ളത്. എന്താണ് സംശയം? MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആരാണ് നിയമിച്ചത്? ചുരുക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിട്ടുള്ളത് സംഘപരിവാര സംഘടനയുടെ, അധ്യാപക സംഘടനയുടെ നേതാവിനെ VC ആയിട്ട് നിയമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിലാണ്. അഭിപ്രായമില്ലേ? എന്തേ ഗവർണറോട് ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകുനിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല 19ഓളം വരുന്ന സംഘപരിവാറുകാരെ ആ സെനറ്റിലേക്ക് നിയമിച്ചപ്പോൾ ഒരു ശബ്ദം പോലും ഉയർത്താൻ തയ്യാറായില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ശബ്ദമുണ്ടോ? ഒന്നും പറയുന്നില്ല. ഗവർണറുടെ സ്വന്തം ആളായിട്ടുള്ള ആളെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിയമിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, ഈ സംഘപരിവാര രാഷ്ട്രീയം വിദ്യാഭ്യാസത്തിൽ മസ്തിഷ്കത്തിലേക്ക് കയറാൻ, തലമുറയെ മാറ്റാൻ വേണ്ടിയാണ് ഇടപെടുന്നത് എന്ന് പറയുമ്പോൾ അതിന് പച്ചപ്പരവതാനി വിരിച്ചു കൊടുക്കുകയാണ്. ഇന്നലെകളിൽ ഹറാമായിരുന്ന ലീഗിനും ഇന്ന് ഹലാലായി മാറിയിരിക്കുകയാണ്. എന്നോട് ലീഗിന്റെ പ്രവർത്തകരും ഇവിടെ പറയാൻ പറഞ്ഞതാ, ഇവിടുത്തെ പ്രവർത്തകരല്ല, എന്റെ നാട്ടിലെ പ്രവർത്തകരടക്കമുള്ളവർ PM ശ്രീയിൽ നിന്ന് പെരുമാറാൻ ധൈര്യത്തോടെ നിൽക്കേണ്ടതില്ലേ? എന്താ അതിന് ആർജവമില്ലാത്തത്? ബഹുമാനപ്പെട്ട അംഗം, സമയം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, PM ശ്രീന്ന് പിൻവലിയാൻ ഇനിയും സമയമുണ്ട്, അതിന് കഴിയുകയും ചെയ്യും. പക്ഷേ നട്ടല് നിവർത്തിക്കൊണ്ട് അഭിപ്രായം പറയണം. ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തില് ഹലാലായി പോയോ? സമയം കഴിഞ്ഞു. അദാനിക്ക് വേണ്ടിയും ഇവിടെ ഭരിക്കുന്ന എതിർക്കും ഈ ബഡ്ജറ്റ്.